Watch India's largest kids library only on Jio Hotstar. Download the app now. എന്താ മോനെ നീ ഇതിനെ കരയുന്നേ? അങ്കിൾ, എനിക്ക് പഠിക്കാൻ പോണെന്ന് വലിയ ആഗ്രഹമാണ്. എന്നാൽ സ്കൂൾ ഫീസ് അടയ്ക്കാൻ എന്റെ കയ്യിൽ കാശില്ല. കരയണ്ട മോനെ, എന്റെ പൊന്നുമോൻ കരയണ്ട. നീ പഠിക്കുവടാ, തീർച്ചയായും നീ പഠിക്കുവടാ. ഞാൻ നിന്നെ പഠിപ്പിക്കുവടാ. പറയൂ, സ്കൂൾ ഫീസ് എത്രയാണെന്ന് പറയൂ. പറ മോനെ. അങ്കിൾ, അത് ഏകദേശം 20,000 രൂപ. 20,000? എന്താ പറഞ്ഞ? 20,000 രൂപയെന്നോ? ആ, പേടിക്കണ്ട അങ്കിൾ, ഇത് ഒരു വർഷത്തെ ഫീസ് മാത്രമാണ്. ഫീസ് കിട്ടിയില്ലെങ്കിൽ എന്റെ സ്കൂളിൽ നിന്ന് പുറത്താക്കും അങ്കിൾ. നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ എന്നെ സഹായിക്കാൻ കഴിയോ അങ്കിൾ? ഞാൻ ഡോക്ടറോ എഞ്ചിനീയറോ പൈലറ്റോ ആവാൻ ആഗ്രഹിക്കുന്നു അങ്കിൾ. എന്ത്? ഡോക്ടർ, എഞ്ചിനീയർ, പൈലറ്റോ? മോനെ, ഇത്രയും കാര്യങ്ങള് നീ ഒരുത്തൻ എങ്ങനെയാടാ ചെയ്യാ? പറ. എനിക്ക് അതൊക്കെ സാധിക്കും അങ്കിൾ. എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ ആയിത്തീരും. എന്നിട്ട് ഞാൻ നിങ്ങളുടെ കടങ്ങളെല്ലാം വീട്ടുന്നതായിരിക്കും. മോനെ, കരയല്ലേ കരയല്ലേ, നീ വിഷമിക്കാതിരിക്കൂ. ഞാൻ പൈസക്ക് ഏർപ്പാടാക്കി കൊടുത്തോളാം. ഇതെന്റെ വാക്കാണ് കേട്ടോ. ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. ഓക്കെ, ഇനി ഇവിടെ ഉണ്ടോ നോക്കട്ടെ. ഇവിടെ ഉണ്ടല്ലോ. ഇവിടെയും വെച്ചിരുന്നല്ലോ. വീട്ടിലെ പൈസ ഇത് കൊണ്ടേ കൊടുത്തേക്കാം. ഇന്ന് മോനെ, ഇന്ന് നീ ചോദിച്ച പൈസ ചെല്ലു. എന്നിട്ട് നിന്റെ ഫീസ് കെട്ടിക്കോളൂ. എന്നിട്ട് നന്നായി പഠിക്കണം കേട്ടോടാ. താങ്ക് യു അങ്കിൾ. നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ് അങ്കിൾ. അങ്കിൾ, എന്നെ എടുത്തു പൊക്കോ അങ്കിൾ. പ്ലീസ്, എന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് കുറച്ചു ദൂരം നടക്കൂ അങ്കിൾ. എനിക്ക് ഇങ്ങനെ പോവാനായി വളരെ ഇഷ്ടാണ്. അങ്ങനെ എടുത്തോണ്ട് പോവൂ അങ്കിൾ. അല്ല മോട്ടു, ഇത് ഏത് കൊച്ചിനെ എടുത്തോണ്ട് വന്നിരിക്കുന്ന? അതെ, ഇവൻ നല്ല സ്നേഹമുള്ള ചെറുക്കനാ. അതെ, ചായക്കട ചേട്ടാ, ഇവന് നല്ല സമൂസ ഉണ്ടെങ്കിൽ അടുത്തേ. തീർച്ചയായിട്ടും. അതേ മോട്ടു, ഞാൻ വീട്ടിൽ വെച്ചിരുന്ന പൈസ ഒന്നും കാണുന്നില്ല. എവിടെ പോയി? അതോ, ആ പൈസയോ? അത് ഞാനൊരു കൊച്ചിനെ സഹായിക്കാൻ എടുത്തതാ, അവന്റെ ഫീസ് കെട്ടാൻ വേണ്ടി. സഹായോ? കുഴപ്പമില്ല. പക്ഷേ ഞാൻ ആ പഞ്ചസാരയുടെ ഡബ്ബയിലും അരിയുടെ ഡബ്ബയിലും ഒക്കെ വെച്ചിരുന്ന പൈസ നീ ആ പൈസ എടുത്തുകൊണ്ട് പോയോ? ഒരു മിനിറ്റ് പത്തലു, ഫോണ് വരുന്നുണ്ട്. ഹലോ മോട്ടു, താൻ എവിടെയാണ്? പെട്ടെന്ന് വന്നേ. ശരി സാറേ, ഇപ്പൊ തന്നെ വരാം. പത്തലു വരൂ, ചിങ്കം സാർ നമ്മളെ വിളിക്കുന്നുണ്ട്. വരൂ. ശരി, നീ പൊയ്ക്കോ, ഞാൻ വരുന്നുണ്ട്. എടാ മോനെ, ഇപ്പോഴെന്താ നിനക്ക് പറ്റിയത്? എനിക്ക് സ്കൂൾ ഫീസ് വേണം. 20,000 രൂപ. എടാ മോനെ, ഇപ്പോഴല്ലേടാ ഞാൻ നിനക്ക് സ്കൂൾ ഫീസ് അടയ്ക്കാനാന്ന് പറഞ്ഞ് 20,000 രൂപ നിന്റെ കയ്യിലോട്ട് വെച്ച് തന്നത്. 20,000 രൂപ നീ എന്താ അത് മറന്നു പോയോ? അത് ഞാനാണോടാ, ഞാൻ. മോട്ടു അങ്കിൾ, എന്നെ ഒന്ന് തൂക്കിയെടുക്കൂ അങ്കിൾ, പ്ലീസ്. ഞാനിപ്പോ എന്തിനാണ് നിന്നെ എടുക്കണ്ടേ? അതൊക്കെ ഞാൻ പറയാം അങ്കിൾ. ആദ്യം എന്നെ ഒന്ന് എടുക്ക്. താങ്ക് യു അങ്കിൾ. നിങ്ങൾ 20,000 രൂപ തന്നില്ലേ? അതൊക്കെ ഞാൻ എന്റെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി ചെലവാക്കി അങ്കിൾ. അതുകൊണ്ട് എനിക്ക് സ്കൂളിലെ ഫീസ് അടയ്ക്കാനായി കഴിഞ്ഞില്ല. കാരണം എന്റെ അമ്മയുടെ ജീവനല്ലേ അതിനേക്കാൾ മുഖ്യമെന്ന് കരുതി. കരയണ്ട മോനെ, കരയണ്ട. നീ വിഷമിക്കണ്ട. നീ ഇവിടെ നിക്ക്. ഞാൻ പോയിട്ട് നിന്റെ സ്കൂൾ ഫീസുമായിട്ട് വരാം. ഇവിടെ തന്നെ നിൽക്കൂ. അതേ മോട്ടു, നീ അതിനിടയ്ക്ക് എവിടെയാ പോയത്? എന്ത് പറയാനാ പത്തലു, ആ ചെറുക്കനെ ഞാൻ വീണ്ടും കണ്ടു. എനിക്കൊരു 20,000 രൂപ തരൂ സാർ. ഒരിക്കൽ നീ പൈസ കൊടുത്തതല്ലേ, ഇനിയും എന്തിനാണ് പൈസ? അതവന്റെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി എടുത്തത്രേ. അങ്ങനെ അത് തീർന്നു. ഇപ്പൊ പഠിക്കാൻ വേണ്ടി അവന് ഫീസ് വേണോ അത്രേ. പാവം ചെറുക്കൻ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. ചിങ്കം സാറേ, നിങ്ങളുടെ കയ്യിൽ ഒരു 20,000 രൂപ എടുക്കാനുണ്ടാവോ? എന്റെ അമ്മോ, 20,000 രൂപയോ? എന്റെ കയ്യിൽ എവിടുന്ന ഇത്രയും കാശുണ്ടാവാ? ചിങ്കം സാർ പ്ലീസ്,
ഒരു വളർന്നു വരുന്ന പയ്യന്റെ ഭാവിയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. അവനാണെങ്കിൽ ഡോക്ടറും എഞ്ചിനീയറും പൈലറ്റും ഒക്കെ ആവണമെന്ന് പറയുന്നത്. എന്റെ അമ്മോ, എത്ര കുഞ്ഞുങ്ങളുണ്ട്? ഒരു പയ്യൻ മാത്രം സാറേ. ഒരു കുഞ്ഞിനെ എങ്ങനെ ഇത് മൂന്നും ആവാൻ കഴിയാ? അത് പറ. ചിങ്കം സാറേ, ചോദ്യങ്ങളൊന്നും വേണ്ട സാറേ. ആദ്യം നിങ്ങൾ പൈസ തരൂ പ്ലീസ്. ശരി, താങ്ക് യു ചിങ്കം സാർ. ഞാനിത് ഇപ്പൊ തന്നെ കൊണ്ടുപോയി ചെറുക്കനെ കൊടുക്കട്ടെ, എന്നിട്ട് വരാം. ഓക്കെ. മോനെ, ദൈവമേ, നിങ്ങൾ എല്ലാവരും ആ മോട്ടു അങ്കിളിനെ സഹായിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്നെ സഹായിക്കാനായി കഴിയും. അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്. ഓ മോനെ, കരയരുത് കരയരുത്, കേട്ടല്ലോ, കരയരുത്. ഇന്നാടാ പിടിച്ചോ നിന്റെ 20,000 രൂപ. മോനെ, ഞാൻ ഇതുവരെയായിട്ട് നിന്റെ പേരെന്താന്ന് പോലും ചോദിച്ചിട്ടില്ല. എന്താ മോനെ നിന്റെ പേര്? അങ്കിൾ, എന്റെ പേര് ജോണി. ജോണി അങ്കിൾ, അങ്കിൾ, എന്റെ അമ്മ നിങ്ങളെ കാണാനായി ആഗ്രഹിക്കുന്നു. ഓക്കെ മോനെ, ഓക്കെ. വരൂ, നമുക്കെന്നാ പോവാം. അതേ മോട്ടു, നമുക്കും ഇവന്റെ കൂടെ പോകാം. എന്നിട്ട് ഇവന്റെ അമ്മയെ നമുക്ക് പരിചയപ്പെടാലോ. ആഹാ, അവര് വന്നല്ലോ. മമ്മി, മമ്മി, മമ്മി നോക്ക്, ഇതാ മോട്ടു അങ്കിൾ വന്നിരിക്കുന്നു. ഇദ്ദേഹമാണ് എന്നെ സഹായിച്ചത്. അമ്മയെയും സഹായിച്ചത് ഇദ്ദേഹമാണ്. ഇത് നോക്ക്, എനിക്ക് ഫീസ് അടയ്ക്കാനായി വീണ്ടും 20,000 രൂപ ഇദ്ദേഹം തന്നിരിക്കുന്നു. ഇത് നോക്കുമോനെ, ഇപ്പോൾ നിനക്ക് പഠിക്കാൻ സാധ്യമല്ല. ഈ 20,000 രൂപ ഞാൻ നിന്റെ ചേച്ചിയുടെ കല്യാണത്തിനായി എടുത്തു വെക്കാം. ഇതാ മോളെ നിന്റെ കല്യാണത്തിനുള്ള കാശ്. അല്ല, അങ്ങനെയായ ഈ പയ്യൻ എങ്ങനെയാ പഠിക്കുക? നിങ്ങളുണ്ടല്ലോ, ഇവന്റെ പഠിപ്പിനായി നിങ്ങൾ ഇനിയും ഇവനെ സഹായിക്കുമല്ലോ അല്ലേ? ആ അതെ അതെ, ഇവൻ പഠിക്കും. ഇവൻ തീർച്ചയായിട്ടും പഠിക്കും. ഞാൻ പോവാ. ഞാൻ ഇവന് വേണ്ടി വീണ്ടും ഒരു 20,000 കൊണ്ടുവരും. മോട്ടു, ഇതൊന്നും ശരിയല്ല. ഇവര് നിന്നെ കളിപ്പിക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഇത്രയും വലിയൊരു കഥ കേട്ടിട്ട് നിനക്ക് അവസാനം വിശ്വാസം വരുന്നില്ലെങ്കിൽ എന്താ പറ്റില്ലൊന്നും ഇങ്ങനെ? അതൊക്കെ ശരിയാണ് മോട്ടു, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആ ചെക്കനെ കണ്ടില്ലേ, തടിച്ച് ചെറുതായിട്ട് ഷോർട്ടായിട്ട്, കാണാൻ ജോണിനെ പോലെ ഇല്ലേ? അല്ല, ആ ചെറിയ പയ്യനെ കണ്ടിട്ട് നിനക്ക് ജോണിനെ പോലെ ഉണ്ടെന്നോ? പത്തിലു ആലോചിക്കൂ, നിന്റെ ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്കൂ. ആ പയ്യന് താടിയും മീശയൊക്കെ ഉണ്ടോ? എന്റെ അമ്മോ, അവൻ തീർച്ചയായിട്ടും ഒരു മാസ്ക് ഇട്ടിട്ടുണ്ടാവും, അത് ഉറപ്പാ. ഓ, ഇനി ഇത് സത്യമാണോ അല്ലയോ എന്ന് അറിയില്ലല്ലോ. എന്റെ പത്തിലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ ആലോചിക്കൂ. ഐഡിയ കേക്ക്. മോട്ടു അങ്കിൾ, നിങ്ങൾ എനിക്ക് വേണ്ടി 20,000 രൂപ കൊണ്ടുവന്നിട്ടുണ്ടോ? ആ മോനെ, കൊണ്ടുവന്നിട്ടുണ്ട്. മോന്റെ മമ്മി, നിങ്ങൾക്ക് ഇപ്പൊ സുഖമുണ്ടോ? നന്നായിരിക്കുന്നു മോട്ടു. ഇപ്പോൾ ഓപ്പറേഷൻ നടക്കാൻ പോവുകയല്ലേ, അതിനു വേണ്ടിയുള്ള 20,000 രൂപയാണ് ഞാൻ നിങ്ങളിൽ നിന്ന് വാങ്ങിയത്. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്കിപ്പോ ഓപ്പറേഷൻ ഫ്രീ ആയിട്ട് ചെയ്തു തരാൻ ഡോക്ടർ വന്നിട്ടുണ്ട്. ഡോക്ടർ ജഡ്ക. എങ്കിൽ പിന്നെ ഇവർക്ക് ഓപ്പറേഷൻ തുടങ്ങിക്കോളൂ. ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, ഞാനത് ഇപ്പൊ തന്നെ ചെയ്തേക്കാം. ഇനി നിങ്ങൾക്ക് 20,000 രൂപയുടെ ഒരു ആവശ്യവുമില്ല കേട്ടോ. നിങ്ങളെ കല്യാണം കഴിക്കുവാനായിട്ട് ഇൻസ്പെക്ടർ ചിങ്കം റെഡി ആയിട്ടുണ്ട്. ജീവിതകാലം മുഴുവൻ നിങ്ങളെ സന്തോഷത്തോടെ നോക്കുന്ന എന്നോട് പറഞ്ഞത്. നിങ്ങളെ ഇപ്പൊ തന്നെ ഇവിടെ വെച്ച് കല്യാണം കഴിക്കാനാണ് പുള്ളി വന്നിരിക്കുന്നത്. ഏയ് മമ്മി, ഇത് നോക്ക്, അദ്ദേഹം എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. എന്റെ അമ്മോ, ചെയ്തിരിക്കണം, എന്തായാലും ചെയ്തിരിക്കണം. ഞങ്ങൾ 20,000 രൂപ തന്നിട്ടുണ്ടല്ലോ. ഡോക്ടർ ജഡ്ക, നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്നത്? മാതാവിന് വേഗം തന്നെ ഓപ്പറേഷൻ ചെയ്യൂ. വേഗമാവട്ടെ. ഡോക്ടർ സർ, ഈ വാൾ എന്തിനുള്ളതാ? ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, സോറി സിസ്റ്റർ. ഇത് വെച്ച് ഞാനിപ്പോ ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ്. ഇത് വെച്ച് ഞാനിപ്പോ വയറ് കട്ട് ചെയ്യും. പിന്നെ വയറ്റിനകത്തുള്ള രോഗങ്ങളൊക്കെ ഞാൻ പുറത്തെടുത്ത് കളയും. എന്നാൽ ഡോക്ടർ സർ, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്റെ ജീവൻ തന്നെ പോകുമെന്ന് തോന്നുന്നു. ഒന്നും ആവില്ല. എന്റെ സയൻസിന്റെ മേലെ സത്യമായിട്ടാണ് പറയുന്നത്. എന്റെ അടുത്ത് നിന്നും ഇതുവരെ ഒരു പേഷ്യന്റ് പോലും രക്ഷപ്പെട്ടിട്ടില്ല. എന്താണെന്ന്? എന്താ ഈ പറയുന്നേ? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല. അതായത് ഏത് രോഗവും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല എന്നാണ്. ഞാൻ അതുപോലത്തെ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ണടച്ച് ഉറങ്ങിയാൽ മാത്രം മതി. ഞാനിപ്പോ നിങ്ങളുടെ വയറ് കട്ട് ചെയ്യാൻ പോവുകയാണ്. അതെ അമ്മേ. അതിശയം നടന്നിരിക്കുന്നു. അതിശയം സംഭവിച്ചിരിക്കുന്നു. ഡോക്ടർ സർ, എന്റെ രോഗമെല്ലാം മാറിയിരിക്കുന്നു. ഞാനിപ്പോൾ സുഖം പ്രാപിച്ചിരിക്കുന്നു. ഈ കുട്ടിക്ക് ട്യൂഷൻ ഞാൻ എടുത്തു കൊടുക്കാം. ഇവനെ പഠിപ്പിച്ച് ഞാൻ വലിയ ഡോക്ടർ, എഞ്ചിനീയർ എല്ലാം ആക്കാം. ഒന്നുകൊണ്ടും പേടിക്കണ്ട. പറയൂ, നിനക്ക് എന്തൊക്കെ അറിയാന്ന് പറയൂ. എനിക്ക് ഒന്നും അറിയില്ല അങ്കിൾ. ഒന്നും അറിയില്ലേ? വാ, നിനക്ക്
നിനക്ക് നല്ല ചുട്ടടി തരാം ഞാൻ. രക്ഷിക്കൂ അങ്കിൾ. മോട്ടു അങ്കിൾ രക്ഷിക്കണേ. മോനെ ഇത് പത്തിലു ടീച്ചറാണ്, ഭയങ്കര ദേഷ്യക്കാരനാ. ഞാൻ ഇദ്ദേഹത്തിന് മുമ്പിൽ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ അത് പിന്നെ തെറ്റായി പോകൂടാ. നിനക്ക് പൈലറ്റും എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആവണ്ടേടാ മോനെ. ചെന്ന് പഠിക്കും മോനെ. അയ്യോ, ഞാൻ മോട്ടു പഠിപ്പിച്ചു അങ്കിൾ, തരാം. ഇയാൾ എന്നെ അകത്ത് കൊണ്ടുപോയി എവിടേക്ക് നിനക്ക് നല്ല കൊണ്ടുപോകുന്നു? ചുട്ടടി തന്നു നീ എല്ലാം പറയൂടാ. എന്നെ ഒന്നും ചെയ്യില്ലേ പ്ലീസ്. ഞാൻ പഠിക്കില്ല. എനിക്ക് പഠിക്കണ്ട. വന്നേ നമുക്ക് കല്യാണം കഴിക്കാം. ഞാൻ കല്യാണം കഴിക്കുന്നില്ല. അയ്യോ എനിക്കിപ്പോ കല്യാണം വേണ്ട. കല്യാണം വേണ്ട. കല്യാണം വേണ്ട. മോനെയുടെ പെങ്ങളെ നിൽക്കൂ. എനിക്ക് കല്യാണം വേണ്ട. കല്യാണം വേണ്ട. എടോ അദ്ദേഹത്തിന്റെ കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ല. ഇനി ഈ നാടകം കളി നിങ്ങൾക്കൊന്ന് നിർത്തിക്കൂടെ? മോനെ ജോണി, ഇനിയെങ്കിലും നിന്റെ ശരിക്കുള്ള മുഖം ഒന്ന് കാണിക്കാവോ? അയ്യോ വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് പഠിത്തവും വേണ്ട, ഞാൻ ഒന്നും ആകേണ്ട ആവശ്യമില്ല. ഞാൻ ജോണായിട്ട് തന്നെ ഇരുന്നോളാം. ചിങ്കം സാർ എന്നെ ജയിലിൽ അടച്ചിടൂ പ്ലീസ്. എന്നെ അറസ്റ്റ് ചെയ്യൂ. എന്നെ ഒന്നും ചെയ്യല്ലേ പ്ലീസ്. Watch India's largest kids library only on Geo Hotstar. Download the app now.